ഇപ്പം ഈ പ്രോട്ടീൻ പൗഡർ അങ്ങനെയുള്ള സാധനങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മറ്റ് സപ്ലിമെന്റ്സ് ഇപ്പൊ നോർമലി ഉള്ളതല്ല, ഞാൻ പറഞ്ഞ കുറച്ച് ഹെവി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള സപ്ലിമെന്റ്സ് ആവശ്യമാണ്. കാര്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ഡയറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിക്ക് മസ്റ്റായിട്ട് വേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഒരാൾ വെജിറ്റേറിയൻ ആണെങ്കിൽ എനിക്ക് ഒമേഗ 3 കിട്ടുന്നത് വളരെ കുറവാണ്, മീൻ കഴിക്കുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഒമേഗ 3 കഴിക്കും. ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ഒരാള്, അയാൾക്ക് സെലിനിയം നിർബന്ധമാണ് തൈറോയിഡിന്റെ വർക്കിങ്ങിന് വേണ്ടി, അല്ലെങ്കിൽ അയൺ നിർബന്ധമാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് തോന്നുന്നു എന്റെ ഭക്ഷണത്തിൽ ഇത് ഞാൻ ഉൾപ്പെടുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സെലിനിയം കഴിക്കാം, അയൺ കഴിക്കാം. രാത്രി ഉറക്കം ശരിയാവുന്നില്ല, വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് ക്രേവിങ്സ് ഉണ്ട്, മെഗ്നീഷ്യം ക്യാൻ ഹെൽപ്പ്. ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നമ്മൾ അതിന് ഡെഫിഷ്യന്റ് ആണെന്ന് അറിയാതെ വെറുതെ കഴിക്കരുത്, ടോക്സിസിറ്റി വരും. ഇപ്പം എല്ലാവരും വൈറ്റമിൻ ഡി ഡെഫിഷ്യന്റ് ആണ്. അതിപ്പോ കുറച്ച് കാലമായിട്ടല്ലേ കേട്ടു തുടങ്ങി. വെയിൽ കൊള്ളുന്നില്ല. ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെയുള്ള വെയില് സൺ പ്രൊട്ടക്ഷൻ ഇല്ലാതെ 1 മണിക്കൂർ കൂടുതൽ കൊണ്ടാലേ നമുക്കൊരു വൈറ്റമിൻ ഡിയുടെ ഒരു ഗുണം ഉണ്ടാവുള്ളൂ. പക്ഷെ അതും നമ്മൾ ടാബ്ലറ്റ് കഴിച്ചിട്ട് കണ്ടിന്യൂസ്ലി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ അതിനും ടോക്സിസിറ്റി വരും. ഒരു റൂള് എല്ലാവർക്കും ഇല്ല.